Since the stock shift or the shift in the peak wavelengths between the excitation wavelength and excitation spectra and emission spectra, it is due to the relaxation process between the vibrational levels. So vibrational relaxation. So this stock shift actually is directly proportional, or it directly gives the it is the measure of energy lost during the lifetime of excitation state before returning to the ground singlet level. So ഈ ഷിഫ്റ്റ് ചെയ്യുന്നത് നമുക്ക് അങ്ങനത്തെ വൈബ്രേഷൻ ലെവൽസിന്റെ അവിടുത്തെ ലൈഫ് ടൈം അതുപോലത്തെ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടും. The fluorescence is actually the activation which occur by a radiative decay. ഇതൊരു radiative decay ആണ് by spontaneous emission of photons. The radiative de-excitation process can be described as a monomolecular process, which is the rate of number of molecules de-exciting is equal to minus kf n excitation. ഇങ്ങനെ ഒരു റേറ്റ് വെച്ചുകൊണ്ട് വേണമെങ്കിൽ പറയാവുന്നേ ഉള്ളൂ. Kf is the rate of fluorescence. ഈ vibrational relaxation എന്ന് പറയുന്നത് it is always much faster than the photo emission. Therefore, all observed fluorescence normally originates from the lowest vibration level of the electronic excited state. നമ്മൾ ഈ ഇന്റേണൽ റിലാക്സേഷൻ ഉണ്ടല്ലോ, ഇത് വളരെ ഫാസ്റ്റ് ആണ് ഈ വൈബ്രേഷൻ റിലാക്സേഷൻ. അതുകൊണ്ട് തന്നെ ഇതൊരു എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഇവിടെയൊക്കെ വരുന്ന എക്സൈറ്റഡ് ആയി നിൽക്കുന്ന മോളിക്യൂൾസ് പെട്ടെന്ന് തന്നെ ഏറ്റവും ഈ എക്സൈറ്റഡ് സ്റ്റേറ്റിന്റെ ഏറ്റവും ലോവസ്റ്റ് വൈബ്രേഷൻ സ്റ്റേറ്റിലോട്ട് റിലാക്സ് ചെയ്തു. കാരണം ആ വൈബ്രേഷൻ റിലാക്സേഷൻ ഒരുപാട് ഫാസ്റ്റ് ആണ്. അപ്പോൾ മിക്കവാറും എല്ലാ ഫ്ലൂറസെൻസ് സ്പെക്ട്രയും അതിന്റെ ട്രാൻസിഷൻ ഏറ്റവും ലോവസ്റ്റ് വൈബ്രേഷണൽ സ്റ്റേറ്റ് ഓഫ് ദി ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്നായിരിക്കും തുടങ്ങുന്നത്. അപ്പൊ ഇവിടുന്ന് താഴോട്ട്, അപ്പൊ ഈ താഴോട്ട് വരുമ്പോഴത്തേക്കും ഈ ഗ്രൗണ്ട് സ്റ്റേറ്റിന്റെ പല വൈബ്രേഷണൽ ലെവൽസിലോട്ട് ചിലപ്പം ട്രാൻസിഷൻ നടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്പെക്ട്രം ഒരൊറ്റ മാക്സിമം അല്ല, പല മാക്സിമങ്ങൾ കിട്ടും. അതുകൊണ്ട് ഇതുപോലെ പല പീക്കുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം മോസ്റ്റ് ഓഫ് ദി ഫ്ലൂറസെൻസ് സ്പെക്ട്ര ഈസ് ഷിഫ്റ്റഡ് ടു ദി ലോവർ എനർജി ഓർ ലോങ്ങർ വേവ് ലെങ്ത് കമ്പയർഡ് ടു ദി അബ്സോർപ്ഷൻ സ്പെക്ട്രം. അതെന്താണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. കാരണം ഈ റിലാക്സേഷൻ, വൈബ്രേഷൻ റിലാക്സേഷൻ ഉള്ളത് കൊണ്ടാണ് അതിൻ്റെ ആ ഒരു ഷിഫ്റ്റ് വരുന്നത്. ആൻഡ് ദാറ്റ് ഷിഫ്റ്റ് ഈസ് കോൾഡ് സ്റ്റോക്ക് ഷിഫ്റ്റ്. ഇപ്പം ഈ ഇതിന്റെ അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത്, അല്ലെ എക്സൈറ്റേഷൻ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ മിക്കവാറും ഈ എമിഷൻ സ്പെക്ട്രത്തിന്റെ മിറർ ഇമേജ് പോലെ ആവാൻ ഒരുപാട് സാധ്യതയുണ്ട്. മിറർ ഇഫക്റ്റ് ഇറ്റ് ഈസ്, പക്ഷെ എല്ലായിടത്തും നമുക്ക് അങ്ങനെ കിട്ടണമെന്നില്ല. പക്ഷെ ദ ഷേപ്പ് ഓഫ് ദി എമിഷൻ സ്പെക്ട്ര ഈസ് അപ്രോക്സിമേറ്റ്ലി ദ മിറർ ഇമേജ് ഓഫ് ദി അബ്സോർപ്ഷൻ സ്പെക്ട്ര ഓർ ദി എക്സൈറ്റേഷൻ സ്പെക്ട്ര. ഓക്കെ, കണ്ടോ, ഇത് അബ്സോർപ്ഷൻ സ്പെക്ട്ര അല്ലെങ്കിൽ എക്സൈറ്റേഷൻ സ്പെക്ട്ര വരും. ഇതിൻ്റെ അകത്തും പല പീക്ക് വരുന്നത് പല വൈബ്രേഷൻ ലെവലിലോട്ടുള്ള ട്രാൻസിഷൻ ഉള്ളതുകൊണ്ട്. ഫ്ലൂറസെൻസ് സ്പെക്ട്രയ്ക്കകത്ത് പല പീക്ക് വരുന്നത് ആ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിന്റെ ആ ഗ്രൗണ്ട്, ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിന്റെ ഏറ്റവും ലോവസ്റ്റ് വൈബ്രേഷൻ ലെവലിൽ നിന്ന് ഗ്രൗണ്ട് ലെവലിലോട്ട്. പക്ഷെ ഗ്രൗണ്ട് ലെവലിലെ പല വൈബ്രേഷൻ ലെവൽസിലോട്ടുള്ള ട്രാൻസിഷൻ കാരണമാണ് ഇങ്ങനെ നമുക്ക് പല പീക്കുകൾ കിട്ടുന്നത്. ഓരോ പീക്കും ഓരോ ട്രാൻസിഷനെയാണ് കാണിക്കുന്നത്. Now, what is phosphorescence? So, the deactivation of electronic excited state may also involve phosphorescence. That is, after intersystem crossing. Intersystem crossing, നമ്മൾ പറഞ്ഞായിരുന്നു, it is singlet to triplet സ്റ്റേറ്റോട്ടുള്ള ഒരു റിലാക്സേഷൻ ആണ്. അത് കഴിഞ്ഞിട്ട് ആ ട്രിപ്ലറ്റ് സ്റ്റേറ്റോട്ട് വന്നു കഴിഞ്ഞ് ഫർദർ ഡീആക്ടിവേഷൻ ക്യാൻ കോസ്ഡ് ബൈ ഇത് ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ കൺവേർഷൻ ഓർ ബൈ ഫോസ്ഫോറസെൻസ്. അപ്പോൾ ട്രിപ്പിൾ സ്റ്റേറ്റ് വന്നിട്ട് ഒന്നെങ്കിൽ അവിടെ നിന്ന് ഒരു ക്വെഞ്ചിങ് പ്രോസസ്സ് പോലെ നടക്കുക, അതിനെയാണ് ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ കൺവേർഷൻ എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ അതിൽ നിന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് റേഡിയേറ്റീവ് ആയിട്ട് ഡീകേ ചെയ്യാം, ആൻഡ് ദാറ്റ് ഈസ് ഫോസ്ഫോറസെൻസ്. External and internal conversions compete so successfully with phosphorescence that this kind of emission is ordinarily observed only at low temperatures in highly viscous media or by molecules that are adsorbed on solid. അപ്പം മിക്കവാറും നമുക്ക് ഈ ക്വെഞ്ചിങ് ആണ് കാണുന്നത്. ഈ ഫോസ്ഫോറസെൻസ് കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഫോസ്ഫോറസെൻസ് ഇറ്റ് ഈസ് വിസിബിൾ ഓൺലി അറ്റ് ലോ ടെമ്പറേച്ചേഴ്സ്. അതായത് ഈ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ കൺവേർഷൻസ്, കൊളീഷൻസ് കാണാനുള്ള ക്വെഞ്ചിങ് വളരെ കുറച്ച് നിൽക്കുന്ന, കമ്പാരിറ്റീവ് ലോ ആയി നിൽക്കുന്ന കേസിൽ മാത്രമേ നമുക്ക് ഫോസ്ഫോറസെൻസ് എടുത്ത് കാണാൻ പറ്റുള്ളൂ. ഫോസ്ഫോറസെൻസ് ഒബ്സർവ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്, അതിന് പ്രോബബിലിറ്റി ഭയങ്കര കുറവാണ്. ഹൈലി വിസ്കസ് മീഡിയയിൽ അല്ലെങ്കിൽ മോളിക്യൂൾസ് ദാറ്റ് ആർ അഡ്സോർബ്ഡ്, അതായത് സർഫസിൽ നിൽക്കുന്ന മോളിക്യൂൾ, സോളിഡിന്റെ സർഫസിൽ നിൽക്കുന്ന മോളിക്യൂളിലൊക്കെ കാണത്തുള്ളൂ. ഫോസ്ഫോറസെൻസ് ഒക്കെ
when a forbidden spin exchange converts the electronic excited singlet state into a triplet state. നമ്മൾ നേരത്തെ പറഞ്ഞത് സിംഗിൾ സ്റ്റേറ്റിൽ നിന്ന് ട്രിപ്ലറ്റ് സ്റ്റേറ്റോട് മാറി കഴിഞ്ഞാൽ they rapidly relax to the ലോവസ്റ്റ് വൈബ്രേഷൻ ലെവൽ ഓഫ് ദി ട്രിപ്ലറ്റ് സ്റ്റേറ്റ്. നോക്കിയേ, ഇത് സിംഗിൾ സ്റ്റേറ്റ് ഈ ബ്ലാക്ക് കളറിൽ കാണും. ഇത് എക്സൈറ്റഡിന്റെ ട്രിപ്ലറ്റ് സ്റ്റേറ്റ് ആണ്. അപ്പം സിംഗിൾ സ്റ്റേറ്റിൽ നിന്ന് ട്രിപ്ലറ്റ് സ്റ്റേറ്റിലോട്ടൊരു ഇന്റർ സിസ്റ്റം ക്രോസിംഗ് നടക്കും. ഉണ്ടോ, അത് അവർ ചിലപ്പോൾ ഓവർലാപ്പ് ചെയ്യും. അപ്പം പ്രത്യേകിച്ച് ഒരുപാട് റിലാക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, വലിയ എനർജി ചേഞ്ച് കാണത്തില്ല. അപ്പം ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് കിടക്കുക, അതായത് ഏകദേശം സെയിം എനർജി ലെവലിൽ ഒക്കെ വരാം. പല വൈബ്രേഷൻ സ്റ്റേറ്റുകൾ മിക്സ് ചെയ്ത് വരാം. കാരണം ട്രിപ്ലറ്റിന്റെ ഏതെങ്കിലും ഒരു വൈബ്രേഷൻ സ്റ്റേറ്റിന്റെ എനർജി തന്നെയായിരിക്കും സിംഗിളറ്റിന്റെ വേറെ ഏതെങ്കിലും വൈബ്രേഷൻ സ്റ്റേറ്റ്. അങ്ങനെ ഒരു ക്രോസിംഗ് വരാം. അപ്പൊ ഇവര് ജസ്റ്റ് അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ചിലപ്പം സിംഗിളറ്റിൽ നിന്ന് ട്രിപ്ലറ്റിലോട്ട് ഇന്റർ സിസ്റ്റം ക്രോസിംഗ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ആ ട്രിപ്ലറ്റ് സ്റ്റേറ്റിൽ തന്നെ ഒരു ഇന്റേണൽ റിലാക്സേഷൻ നടക്കും. എന്നിട്ട് അപ്പം അതിന്റെ ട്രിപ്ലറ്റിന്റെ ഏറ്റവും ലോവസ്റ്റ് വൈബ്രേഷൻ ലെവലിലോട്ട് വരും. അത് കഴിഞ്ഞ് അവിടുന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ടൊരു റിലാക്സേഷൻ നടക്കും. ദാറ്റ് ഈസ് ഫോസ്ഫോറസൻസ്. അതൊരു റേഡിയേറ്റീവ് റിലാക്സേഷൻ ആയിരിക്കും. നേരത്തെ പറഞ്ഞ ഇന്റർ സിസ്റ്റം എല്ലാം നോൺ റേഡിയേറ്റീവ്, അപ്പോൾ ലൈറ്റ് വരത്തില്ല. The transition to the electronic ground single state with the emission of a photon is spin forbidden. അതായത് the transition to the electronic ground singlet ഈ ട്രിപ്ലറ്റ് സ്റ്റേറ്റിൽ നിന്ന് ഒരു സിംഗ്ലറ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് പോകുന്നത്. അതായത് ട്രിപ്ലറ്റിന്റെയും സിംഗ്ലറ്റിന്റെയും മൾട്ടിപ്ലിസിറ്റി വേറെ പറയാണല്ലോ. ട്രിപ്ലറ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ഒരു സിംഗ്ലറ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ടുള്ള ട്രാൻസ്മിഷൻ. അപ്പൊ അതിൻ്റെ അകത്ത് അത് സ്പിൻ ഫോർബിഡൻ, അത് ഫോർബിഡൻ സ്റ്റേറ്റ്, അതൊരു ഫോർബിഡൻ ട്രാൻസിഷൻ അല്ല. കാരണം സ്പിന്നിന്റെ അകത്തൊരു ചേഞ്ച് ഉണ്ട്. അപ്പോൾ ഫോർബിഡൻ ആണെന്ന് പറഞ്ഞാൽ അത് നടക്കാൻ ഒരു ചെറിയ പ്രോബിലിറ്റി ഉണ്ട്. അപ്പൊ ആ ഒരു ഫോർബിഡൻ ക്യാരക്ടറിസ്റ്റിക് ഉള്ളത് കൊണ്ടാണ് അത് ആ മോളിക്കൂൾ ശരിക്കും പറഞ്ഞാൽ ആ ട്രിപ്ലറ്റ് സ്റ്റേറ്റിൽ ട്രാപ്ഡ് ആയി പോകും. അപ്പൊ അതുകൊണ്ട് കുറെ നേരം കഴിഞ്ഞാലേ ചിലപ്പം ട്രാൻസിഷൻ നടക്കത്തുള്ളൂ, അങ്ങനെ ഒരു സാധ്യത വരത്തുള്ളൂ. അതുകൊണ്ടാണ് ഒരു ടൈം ഡിലേ നമുക്ക് ഫോസ്ഫോറസൻസിൽ കാണാൻ പറ്റുന്നത്. സോ ഇൻ പ്രാക്ടീസ് ദ എമിഷൻ ഓഫ് ഫോട്ടോൺ ആൻഡ് ദ റിക്കവറി ഓഫ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഒക്കേഴ്സ് ബട്ട് വിത്ത് ലോ എഫിഷ്യൻസി. ഇതിന്റെ എഫിഷ്യൻസി ഭയങ്കര കുറവായിരിക്കും. Since the triplet state has generally lower energy than the excited singlet, phosphorescence occurs at a longer wavelengths. അപ്പം ട്രിപ്ലറ്റിനെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഇപ്പം ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് സിംഗ്ലറ്റ് സ്റ്റേറ്റും ഫസ്റ്റ് എക്സൈറ്റഡ് ട്രിപ്ലറ്റ് സ്റ്റേറ്റിന്റെ എനർജികളിൽ തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ട്രിപ്ലറ്റിന്റെ എനർജി ഇച്ചിരി കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള ട്രാൻസിഷൻ ആണല്ലോ ഫോസ്ഫോറസൻസ്. ആ ഫോസ്ഫോറസൻസിന്റെ ട്രാൻസിഷൻ വഴി ഉണ്ടാകുന്ന ആ ഫോട്ടോന്റെ എനർജി കുറവായിരിക്കും. എനർജി കുറവെന്ന് പറഞ്ഞാൽ ലോങ്ങർ വേവ് ലെങ്ത് സൈഡിലാണല്ലോ. അപ്പൊ ആ എമിഷൻ സ്പെക്ട്രയിൽ ഫോസ്ഫോറസൻസ് കാണുന്ന ഒരു ലോങ്ങർ വേവ് ലെങ്ത് റീജിയനിലായിരിക്കും. അപ്പൊ അതിന്റെ റേറ്റ്, ഈ ഫോസ്ഫോറസൻസിന്റെ റേറ്റ് ശരിക്കും പറഞ്ഞാൽ ഡി എക്സൈറ്റേഷൻ ഓഫ് ഫോസ്ഫോറസൻസ് അതെന്ന് പറഞ്ഞാൽ അതിന്റെ വേറൊരു റേറ്റ് ആയിരിക്കും. മൈനസ് KP എന്നോ അല്ലെ ഇന്റർ സിസ്റ്റം ക്രോസിംഗ് കൊണ്ടുള്ളത് കൊണ്ട് മൈനസ് KS എന്നല്ലോ കൊടുക്കാം. Phosphorescence can be observed only when our deactivating processes have been suppressed, typically in rigid glasses at low temperature and the absence of oxygen. ഫോസ്ഫോറസൻസ് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ മറ്റ് റിലാക്സേഷൻ പ്രോസസ്സുകൾ സപ്രസ് ചെയ്താൽ മാത്രമേ കാണത്തുള്ളൂ. കാരണം അതിന്റെ പ്രോബിലിറ്റി കുറവാണ്, അതിന്റെ ഇന്റൻസിറ്റിയും കുറവാണ്. Let's see what is quenching process. Quenching എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. So that is the energy it's transferred to the quencher, and that is usually through collisions with the nearby residue or molecules. അപ്പോൾ എന്തെങ്കിലും ഒരു ക്വെഞ്ചർ മോളിക്യൂൾ ആയിട്ട് കൊളൈഡ് ചെയ്യുന്ന വഴി ഈ എക്സൈറ്റഡ് ആയിട്ടുള്ള മോളിക്യൂൾ, നമ്മുടെ ഈ ഫ്ലൂറോഫോർ ഉണ്ടല്ലോ, ഫ്ലൂറസൻസ് അല്ലെ ഫോസ്ഫോറസൻസ് കോസ് ചെയ്യാൻ പാകത്തിലുള്ള മോളിക്യൂളിന്റെ എനർജി ഇറ്റ് മേ ഗെറ്റ് ട്രാൻസ്ഫേർഡ് ടു ദ അനദർ മോളിക്യൂൾ, എക്സ്റ്റേണൽ മോളിക്യൂൾ ബൈ കൊളീഷൻ. സോ ദാറ്റ് വിൽ റെഡ്യൂസ് ദ ഫോട്ടോൺ എമിഷൻ ആൻഡ് ഡിക്രീസസ് ദ ഫ്ലൂറസൻസ് ഇന്റൻസിറ്റി. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ക്വെഞ്ചിങ്. ക്വെഞ്ചിങ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഒരു അമക്കുന്ന, അതായത് ഒരു ഡിക്രീസ് ചെയ്യിക്കുക എന്നുള്ള ഉദ്ദേശിക്കുന്നത്, പെട്ടെന്ന് കുറയ്ക്കുക. അപ്പം ഈ ഫ്ലൂറസൻസ് ഇന്റൻസിറ്റി കുറയുന്നതിനാണ് ആക്ച്വലി ക്വെഞ്ചിങ് എന്ന് പറയുന്നത്. So quenching processes can diminish the amount of light energy from the samples.
there are two processes. First one is internal quenching and second is external. Internal quenching is due to the intrinsic structural features. അപ്പോൾ സ്ട്രക്ചറിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് കാരണം എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു ഫീച്ചർ കാരണം എന്തെങ്കിലും സ്ട്രക്ചർ റീഅറേഞ്ച്മെന്റ്സ് കാരണമായിരിക്കും ദാറ്റ് എനർജി ഗെറ്റ്സ് transferred to another molecule. Now, external quenching is the interaction of the excited molecule with another molecule in the sample or absorption of the exciting or emitting light by another chromophore in the sample. ഇപ്പൊ എന്താണെങ്കിലും എക്സൈറ്റഡ് ആയിട്ടുള്ള മോളിക്യൂളിന്റെ ആ എനർജി ഇറ്റ് വിൽ ഗെറ്റ് ട്രാൻസ്ഫർ ടു അനദർ ക്വെഞ്ചിങ് മോളിക്കൂൾ. അതായത് നമ്മുടെ ഫ്ലൂറസെൻസ് കോസ് ചെയ്യുന്ന മോളിക്കൂളിലോട്ടല്ല പോകുന്നത്, അതിന് പകരം വേറെ ഏതെങ്കിലും ക്വെഞ്ചിങ് മോളിക്കൂളിലോട്ട് ഇത് ട്രാൻസ്ഫർ ചെയ്യും. ദാറ്റ് വിൽ റെഡ്യൂസ് ദ ഫ്ലൂറസെൻസ് ഇന്റൻസിറ്റി. all forms of quenching result in non-radiative loss of energy. അപ്പൊ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന എനർജി എപ്പോഴും നോൺ റേഡിയേറ്റീവ് ആയിട്ടേ പോകത്തുള്ളൂ. അതുകൊണ്ടാണ് ഫ്ലൂറസെൻസിന്റെ ഇന്റൻസിറ്റി കുറയുന്നതായിട്ട് പറയുന്നത്. So de-excitation can result from collision with the other solute molecules capable of accepting the excess energy and therefore of quenching the excited state. അപ്പൊ ഈ de-excitation it is resulting from the collision with the other molecule. നമ്മുടെ എക്സൈറ്റഡ് ആയിട്ടുള്ള മോളിക്കൂൾ ക്വെഞ്ചിങ് മോളിക്കൂളായിട്ട് കൊളൈഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ എക്സൈറ്റഡ് മോളിക്കൂൾ ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് പോകും. പക്ഷെ അപ്പോഴത്തേക്കും ഒരു എമിഷൻ ഫോട്ടോൺ വരത്തില്ല, ആ ഒരു ഇന്റൻസ് ലൈറ്റ് പുറത്തോട്ട് വരുന്ന എമിഷൻ വരുന്നില്ല. അതിന് പകരം ഈ ക്വെഞ്ചിങ് മോളിക്കൂൾ ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് മാറുമെന്ന്. പക്ഷെ അത് പിന്നെ റിലാക്സ് ചെയ്യുന്നത് ഒരു നോൺ റേഡിയേറ്റീവ് ഡി എക്സൈറ്റേഷൻ പ്രോസസ്സിൽ കൂടെ മാത്രമാണ്. അപ്പൊ ഈ ക്വെഞ്ചിങ്ങിന്റെ റേറ്റ് കെ ക്വെഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇതിന്റെ ക്വെഞ്ചിങ് റേറ്റ്സും ഫ്ലോറസെൻസിന്റെ റേറ്റും എല്ലാം കൂടി ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ഫ്ലോറസെൻസ് എഫിഷ്യൻസി. The efficiency of fluorescence is measured in terms of fluorescence quantum yield. Quantum yield is nothing but the ratio of number of photons emitted divided by the number of photons absorbed. അതൊരു നോർമൽ എഫിഷ്യൻസി ആണ്. റേറ്റ് ഓഫ് ഫ്ലൂറസെൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് this quantum efficiency, quantum yield into the other rates. അതായത് നമ്മുടെ ഇന്റർ കൺവേർഷന്, ഇന്റർ സിസ്റ്റം ക്രോസിങ്, ഫ്ലൂറസെൻസിന്, ക്വെഞ്ചിങ്, ഇതിന്റെ എല്ലാ റേറ്റുകൾ സം ചെയ്തിട്ട് ദാറ്റ് ഇൻറ്റു 5F ആണ് this rate of fluorescence. So quantum efficiency or quantum yield is equal to fluorescence, rate of fluorescence divided by total rates of the deactivation process. Deactivation പ്രോസസ്സുകളിലെല്ലാം കൂടെ റേറ്റും കൂടെ സം ചെയ്തിട്ട് KF by the total rates, it is actually quantum yield. അത് ശരിക്കും yield കൂടുതലാന്ന് പറഞ്ഞാൽ ഫ്ലൂറസെൻസ് കൂടുതലാണെന്ന് അർത്ഥം. അപ്പൊ അതിന്റെ അർത്ഥം ഫ്ലൂറസെൻസിന്റെ റേറ്റ് കൂടുതലാണ്, ഫ്ലൂറസെൻസ് deactivation rate. The higher the value of quantum yield, the greater will be the observed fluorescence. Okay. So by definition, a non-fluorescent compound has a value of phi is equal to 0, where all energy absorbed is lost by a non-radiative processes. അപ്പോൾ ഈ നോൺ റേഡിയേറ്റീവ് പ്രോസസ്സുകളിലെല്ലാം മാത്രം ഉള്ളെങ്കിൽ അതിന് ഫ്ലൂറസെൻസ് ഇല്ല എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അപ്പോൾ ഫ്ലൂറസെൻസിന്റെ yield, ക്വാണ്ടം yield എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി ഓഫ് ഫ്ലൂറസെൻസ് ഈസ് ഈക്വൽ ടു ഫ്ലൂറസെൻസ് റേറ്റ് ഡിവൈഡഡ് ബൈ ദ റേറ്റ് ഓഫ് ഓൾ നോൺ റേഡിയേറ്റീവ് പ്രോസസ്സസ്. Okay. Now, to obtain large quantum yield, we need a molecule with a large molar absorptivity. Substitute a highly symmetric molecule with a group having a lone pair of electrons. Now, keep the oxygen and free radicals out of the solution. So, fluorescence കൂട്ടാൻ വേണ്ടിയിട്ട് പൊതുവെ ഓക്സിജൻ ഫ്രീ റാഡിക്കൽസ് ഉണ്ടെങ്കിൽ ഇന്റൻസിറ്റി ഇച്ചിരി കുറഞ്ഞു പോകും. പിന്നെ സിമെട്രിക് മോളിക്കൂളിനെ ഒരു OH ഗ്രൂപ്പ് ആയിട്ട് അറ്റാച്ച് ചെയ്യുക, ലാർജ് മോളാർ അബ്സോർപ്റ്റിവിറ്റി എടുക്കുക, ഉള്ള മോളിക്യൂൾസ് എടുക്കുക, അതൊക്കെയാണ് നമ്മൾ നോർമലി നോക്കുന്നത്. Now, what is the lifetime of the state? Lifetime is time for which the molecule remains in the state. The lifetime of first single state is given by 1 by the non-radiative process. Singlet stating എന്ന് പറഞ്ഞാൽ സിംഗിൾ സ്റ്റേറ്റിനകത്ത് ഒരുപാട് വൈബ്രേഷണൽ ലെവൽസ് ഉണ്ടല്ലോ. അബ്സോർപ്ഷൻ വഴി എക്സൈറ്റഡ് ആയിട്ടുള്ള മോളിക്യൂൾസ് എല്ലാം കൂടെ പല വൈബ്രേഷൻ ലെവൽസിൽ വന്ന് നിൽക്കും. എന്നിട്ട് അവർ എത്ര നേരം അവിടെ നിൽക്കും? അവര് ഇന്റേണൽ കൺവേർഷൻ, ഇന്റർ സിസ്റ്റം ക്രോസിംഗ് ഒക്കെ വഴി ശരിക്കും താഴോട്ട് വരുവാണ്.
അപ്പം ആ നോൺ റെഡി ടു റിലാക്സേഷൻ പ്രോസസ്സുകളിൽ എല്ലാം കൂടെ റേറ്റ് എടുക്കുക, ആ റേറ്റ് എടുക്കുക, എന്നിട്ട് അത് സം ചെയ്യുക. അതിന്റെ 1/, റേറ്റ് ആണ് ലൈഫ് ടൈം ഓഫ് ദി സിംഗിളേറ്റ് സ്റ്റേറ്റ്. സോ ഈ 4 പ്രോസസ്സസ് കോമ്പീറ്റിംഗ് ദ ഫ്ലൂറസൻസ് ആർ ആബ്സെന്റ്, ദെൻ റേഡിയേറ്റീവ് ലൈഫ് ടൈം എന്ന് പറയുന്നത് എന്താ? 1/kf. ബാക്കി നോൺ റേഡിയേറ്റീവ് ആയിട്ടുള്ള എമിഷൻ ഒന്നും ഇല്ലെങ്കിൽ ഫ്ലൂറസൻസ് റേറ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ റേഡിയേറ്റീവ് ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ, റേഡിയേറ്റീവ് എമിഷൻ കൊണ്ടുള്ള ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ 1/kf ആണ്. അങ്ങനെ ആകുമ്പോഴത്തേക്കും ക്വാണ്ടം yield എന്ന് പറയുന്നത് is τ/τr എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. ഫോസ്ഫോറസൻസിന്റെ കേസിൽ ഇതിനെല്ലാം പകരം ഫോസ്ഫോറസൻസ് വരും. നോൺ റേഡിയേറ്റഡ് പ്രോസസ്സുകൾ ബാക്കി ക്വെഞ്ചിങ് ഓഫ് ഫോസ്ഫോറസൻസ്, KP എന്ന് പറഞ്ഞ ഫോസ്ഫോറസൻസിന്റെ റേറ്റ്, വൈബ്രേഷണൽ റിലാക്സേഷൻ ഇൻ ദ ട്രിപ്ലറ്റ് സ്റ്റേറ്റ് ആണ് ഈ K' എന്ന് പറയുന്നത്. അപ്പൊ ആ നോൺ റേഡിയേറ്റഡ് പ്രോസസ്സുകൾ വെച്ചുകൊണ്ടാണ് ഫോസ്ഫോറസൻസിന്റെ yield പറയുന്നത്.